ഗുഡ് മോർണിംഗ് എവരിബഡി ആൻഡ് വെൽക്കം ടു വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവരെയും റെയിൻബോ ഇംഗ്ലീഷ് അക്കാഡമി തയ്യാർ ചെയ്തിരിക്കുന്ന വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷ് ഭാഷ ലോകഭാഷയായി അംഗീകരിച്ചിരിക്കിയാൽ അതിൻ്റെ പ്രാധാന്യം ചെറുതല്ല, വലുതു തന്നെയാണ്. ഏത് കർമ്മമണ്ഡലത്തിൽപ്പെട്ടവർക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണ്. ഈ പാഠ്യപദ്ധതി ഞങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നത് നാം എപ്രകാരമാണോ നമ്മളുടെ മാതൃഭാഷ പഠിച്ചത് അപ്രകാരമാണ്. നമ്മൾ മാതൃഭാഷ പഠിച്ചത് നമ്മളുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നമുക്ക് വ്യാകരണ നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടല്ല, മറിച്ച് നമ്മൾ വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി സാഹചര്യത്തിനനുസരിച്ച് ഭാഷ കൈകാര്യം ചെയ്യുവാനാണ് പഠിച്ചത്. ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുവാൻ തക്കതായ പ്രയോഗങ്ങൾ എല്ലാ ഭാഷകളിലുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പഠിക്കാതെ എത്ര പദസമ്പത്തുണ്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ഭാഷയും കൈകാര്യം ചെയ്യുവാൻ സാധ്യമല്ല. അതിനാൽ ഞങ്ങൾ ഈ പാഠ്യപദ്ധതിക്ക് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും ഉപയോഗിക്കുവാനുള്ള പ്രയോഗങ്ങൾക്കാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ പ്രയോഗങ്ങൾ പഠിച്ചാൽ ആ ഭാഷ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് വായനയിലൂടെയും കേൾവിയിലൂടെയും സംഭാഷണത്തിലൂടെയും നമ്മളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ഉച്ചാരണശുദ്ധി കൈവരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരു ഭാഷയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അനേകർ വിവിധ ഭാഷകൾ തെറ്റുകൂടാതെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ധാരാളം വിദ്യാഭ്യാസമുണ്ടായിട്ടും ഭൂരിപക്ഷം പേർക്കും ഇംഗ്ലീഷ് ഭാഷ ഇന്നും ഒരു മരീചിക പോലെയാണ്. അനേകർക്കും എഴുതുവാനും വായിക്കുവാനും കഴിയുന്നുണ്ട്, പക്ഷേ സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു ഭാഷയും സംസാരിച്ചാണ് പഠിക്കേണ്ടത് എന്നതാണ്. മിക്ക ഇംഗ്ലീഷ് ക്ലാസ്സുകളിലും കേൾക്കുന്ന ഒരു നിർദ്ദേശമാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കൂ. നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് എന്ന്. ഈ പ്രസ്താവനകളെ ഞങ്ങൾ കാണുന്നത് എത്ര പഠിപ്പിച്ചിട്ടും പഠിതാക്കൾ ഇംഗ്ലീഷ് സംസാരിക്കാതെ വരുമ്പോൾ അധ്യാപകർ തടി തപ്പാൻ പറയുന്ന ഒരു സൂത്രമായിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിക്കൂ. ഉദാഹരണമായി, കന്നഡ ഭാഷ അറിയാത്ത ഒരു വ്യക്തിയെ കർണാടകയിൽ കൊണ്ടുചെന്നിട്ട് കന്നഡയിൽ ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ കന്നഡയിൽ ചിന്തിക്കുമോ? ഹിന്ദി ഭാഷ അറിയാത്ത ഒരാളെ ഉത്തർപ്രദേശിൽ കൊണ്ടുചെന്നിട്ട് ഹിന്ദിയിൽ ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദിയിൽ ചിന്തിക്കുമോ? അധികം സംസാരിച്ച് സമയം ദീർഘിപ്പിക്കാതെ ഇതെങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാമെന്നാണ് തുടർന്നു വരുന്ന ക്ലാസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഈ പാഠ്യപദ്ധതി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു റെയിൻബോ ഇംഗ്ലീഷ് അക്കാഡമി. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇതൊരു 3 മാസം ദൈർഘ്യമുള്ളൊരു കോച്ചിങ്ങാണ്. ഈ 3 മാസം ദൈർഘ്യമുള്ള കോച്ചിങ്ങിൽ ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ 1.5 മാസക്കാലം ഇംഗ്ലീഷിലുള്ള 100ഓളം പ്രയോഗങ്ങൾ പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള 1.5 മാസം ഇംഗ്ലീഷ് സംസാരിപ്പിക്കുകയാണ്. ഇംഗ്ലീഷൊരു 100ഓളം പ്രയോഗങ്ങളുണ്ട്. ആ 100ഓളം പ്രയോഗങ്ങൾ പഠിക്കാതെ ഡിക്ഷണറിയുള്ള മുഴുവൻ വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചാൽ പോലും ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതുവാനോ പറയുവാനോ വായിച്ച് നമുക്ക് മനസ്സിലാക്കാനോ സാധ്യമല്ല. പിന്നെ ഈ പ്രയോഗങ്ങൾ പഠിക്കാതെ വാക്കുകളുടെ അർത്ഥം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും മലയാളത്തിലൊരു വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെയിം ഇംഗ്ലീഷ് വേർഡ് മാത്രം പറയാൻ സാധിക്കും. മറിച്ച് നമ്മൾ ആ പറയുന്ന വാക്കുകൾ കൊണ്ട് വ്യത്യസ്തമായ അർത്ഥം വരുന്ന രീതിയിൽ പറയാൻ സാധിക്കണമെങ്കിൽ ഓരോ സന്ദർഭങ്ങളിലും ഉപയോഗിക്കാനുള്ള ഈ പ്രയോഗങ്ങളെക്കുറിച്ച് നമുക്ക് അവഗാഹം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എഴുതുക എന്നൊരു വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയും റൈറ്റ് എന്ന് പറയും. പോകുക എന്നുള്ള വേർഡ് ഗോ, അതിൽ നടക്കുക എന്നുള്ള വേർഡ് വോക്ക്, ഇരിക്കുക എന്നുള്ള വേർഡ് സിറ്റ്. എന്നാൽ ഇതിലിപ്പോൾ നമ്മൾ കുറേ വേർഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ വേർഡിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേർഡാണല്ലോ ഗോ എന്നുള്ള വേർഡ്. ഈ ഗോ എന്നുള്ള വേർഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 10 രീതിയിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്നതിൽ പറയാൻ സാധിക്കുന്നുണ്ടോ? ആക്ച്വലി നമുക്ക് 100 രീതിയിൽ കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് പറഞ്ഞു കേൾപ്പിക്കാം. പോകുക എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ പോകണം, പോകേണ്ടി വരും, പോകേണ്ടതുണ്ട്, പോകാൻ കഴിഞ്ഞു, പോകാൻ കഴിഞ്ഞില്ല, പോകാറുണ്ട്, പോകാറുണ്ടോ, പോകാൻ പറ്റും, പോകാൻ പറ്റത്തില്ല, പോകുകയായിരുന്നു, പോകുകയല്ലായിരുന്നു, പോകാതിരിക്കാൻ പറ്റത്തില്ല, പോയേനെ, പോകുന്നുണ്ട്, പോകണം. ഇങ്ങനെ 100 രീതിയിൽ കൂടുതൽ നമുക്ക് ഏതൊരു വേർഡ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും രീതിയിലെല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നത് 100 രീതിയിൽ കൂടുതൽ പറയാൻ സാധിക്കും. എന്നാൽ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശയവിനിമയം നമ്മൾ നടത്തുമ്പോൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാനുള്ള ഓരോ പ്രയോഗങ്ങളുണ്ട്. അതെല്ലാ ഭാഷകളിലുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ് പഠിക്കാതെ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ എത്ര പദസമ്പത്തുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആശയവിനിമയം നടത്താൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നേരം വെളുത്തതിന് ശേഷം ഇത്രയും സമയമായി ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ചെറുതും വലുതുമായ പല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതുണ്ടായിരുന്നു. വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഉദാഹരണമായിട്ട് രാവിലെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു, പല്ല് തേക്കേണ്ടതുണ്ടായിരുന്നു, മുഖം കഴുകേണ്ടതുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു, ചായ കുടിക്കേണ്ടതുണ്ടായിരുന്നു, കുളിക്കേണ്ടതുണ്ടായിരുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു, യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളോട് ചെയ്തിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ?
ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ മാതൃഭാഷയിൽ നമുക്കിത് വളരെ പെട്ടെന്ന് പറയാൻ സാധിച്ചു, പറഞ്ഞപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അത് ഇംഗ്ലീഷ് പറയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. പെട്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾക്കിത് ഈ വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പഠന രീതി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള രീതി അനുസരിച്ച് ഈ വാക്യങ്ങൾ നിങ്ങൾക്കിത് ഇംഗ്ലീഷ് പറയണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് എത്ര സമയം വേണ്ടി വരും? ഏറെക്കുറെ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളെക്കൂടെ ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഏറെക്കുറെ എത്ര സമയം വേണ്ടി വരും? അതായത് നിങ്ങൾ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എക്സാമിനോട് അനുബന്ധിച്ച് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 10ഓളം വാക്യങ്ങൾ വരുന്ന ഒരു പാരഗ്രാഫ് ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് എത്ര സമയം വേണ്ടി വരും? ഒരു 10ഓളം വാക്യങ്ങൾ കുറഞ്ഞത് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടി വരത്തില്ലേ? അതാണ് ഒരു സാധാരണ പഠന രീതി അതാണ്. എന്നാൽ ഞങ്ങളുടെ ടീച്ചിങ് മെത്തഡ് അനുസരിച്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് പോലും എടുക്കാതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ പോകണം. 1 മിനിറ്റ് പോലും എടുക്കാതുകൊണ്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അനേക വാക്യങ്ങൾ നിങ്ങൾ മലയാളം പറയുന്ന അതേ ലാഘവത്തോടുകൂടി തന്നെ ആ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയും ഈ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനിൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും. ആ ഒരു ടീച്ചിങ് മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓറിയൻറ്റേഷൻ ക്ലാസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങൾ ഞാൻ ഒന്നും കൂടെ മലയാളത്തിൽ ആവർത്തിക്കും. അപ്പോൾ ഈ വാക്യങ്ങളിൽ വരുന്ന മലയാള ആശയം ഏതാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു, വായിക്കേണ്ടതുണ്ടായിരുന്നു, പഠിക്കേണ്ടതുണ്ടായിരുന്നു, എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു, എനിക്ക് സ്ഥലം വരെ പോകേണ്ടതുണ്ടായിരുന്നു, ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അല്പസമയം എനിക്ക് ഇവിടെ ഇരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം വന്നിരിക്കുന്ന മലയാള ആശയം ഏതാണ്? ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വാക്യങ്ങൾ വന്നിരിക്കുന്ന മലയാള ആശയമാണ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതായത് ഉദാഹരണമായിട്ട് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഉണ്ടോ, പോകുക എന്ന പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു. എനിക്ക് അയാളെ സഹായിക്കേണ്ടതുണ്ടായിരുന്നു, സഹായിക്കുക എന്ന പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വന്നിരിക്കുന്ന മലയാള ആശയമാണ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. ആ പ്രയോഗം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കത്തുള്ളൂ. മറിച്ച് ആ പ്രയോഗം കിട്ടാതെ എത്ര പദസമ്പത്തുണ്ടെങ്കിലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗമാണ് ഹാഡ് ടു. അതാണ് ഹാഡ് ടു. ഹാഡിൻ്റെ അർത്ഥം എന്താണ്? ഹാഡിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുവാൻ ഹാഡ് ടുവിന് ശേഷം നമ്മൾ ആ ക്രിയ അങ്ങ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പമായില്ലേ? അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ. അപ്പോൾ എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു സ്റ്റഡി. എനിക്കൊരു ലെറ്റർ എഴുതേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു റൈറ്റ് എ ലെറ്റർ. എനിക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു പോസ്റ്റ് എ ലെറ്റർ. എനിക്ക് ഇവിടെ ഇരിക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു സിറ്റ് ഹിയർ. എനിക്ക് കുറച്ച് വെജിറ്റബിൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ബൈ സം വെജിറ്റബിൾ. എനിക്കൊരു പേന വാങ്ങേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ബൈ എ പെൻ. എനിക്ക് ഇന്നലെ തിരുവനന്തപുരത്തിന് പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ ടു ട്രിവാൻഡ്രം യെസ്റ്റർഡേ. എനിക്ക് അയാളെ സഹായിക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഹെൽപ്പ് ഹിം. എനിക്ക് അയാളെ കാത്ത് ബസ് സ്റ്റാൻഡ് നിൽക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ ഹിം അറ്റ് ബസ് സ്റ്റാൻഡ്. എനിക്ക് ഇന്നലെ മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ്. എത്ര സമയം എടുക്കേണ്ടി വന്നു? അരമുക്കാൽ മണിക്കൂറിൽ എടുക്കേണ്ടി വന്നു. വളരെ പെട്ടെന്ന് പറയാൻ സാധിച്ചില്ലേ? എന്നാൽ ഇത്രയും വാക്യങ്ങളല്ല നിങ്ങൾക്ക് പറയാവുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പദസമ്പത്തുണ്ടോ ആ വാക്കുകൾ മുഴുവനും ഹാഡ് ടുവിന് ശേഷം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു പറയാൻ സാധിക്കും. എന്നാൽ ഏതൊരു സാഹചര്യത്തിലും ചെയ്യേണ്ടതുണ്ടായിരുന്നു പറഞ്ഞാൽ മതിയോ? ഓരോ സന്ദർഭം അനുസരിച്ച് നമുക്കത് പറയാൻ കഴിയണം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഹാഡ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിച്ച അതേ ക്രിയ തന്നെ നമുക്ക് അടുത്ത ബേസിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പോകാമെന്ന് അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആര് പോകും? ഞാനവിടെ പോകാം. അയാളെ ആര് സഹായിക്കും? ഞാൻ അയാളെ സഹായിക്കാം. ഈ ജോലി ആര് ചെയ്യും? ഞാൻ ഈ ജോലി ചെയ്യാം. നമ്മൾ സാധാരണ പറയാനുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഈ വാക്യങ്ങളിലും വന്നിരിക്കുന്ന ആശയം ഏതാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ചെയ്യാം. അപ്പോൾ അവിടെ ചെയ്യാം എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിലുള്ള ആ പ്രയോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് ഷാൽ. ഷാലിന് ശേഷം വരുന്ന ക്രിയ ഏതാണോ ആ ക്രിയ ചെയ്യാം. അപ്പോൾ ഞാൻ പോകാം, ഐ ഷാൽ ഗോ. ഞാൻ പഠിക്കാം, ഐ ഷാൽ സ്റ്റഡി. ഞങ്ങൾ പഠിക്കാം, വി ഷാൽ സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഞാൻ പോകാം, ഐ ഷാൽ ഗോ. ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ. നിങ്ങൾ പോകാം, അങ്ങനെ പറയൂ. നിങ്ങൾ പോകാമെന്ന് ഞാൻ പറയൂ? ഇല്ല, അത് നിങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയും, വി ഷാൽ ഗോ. നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയും, വി ഷാൽ ഗോ. ഓക്കെ, അവൾ പോകാം, ഷീ ഷാൽ ഗോ. അങ്ങനെ പറയത്തില്ല. അവൾ പോകാമെന്ന് അവളാണ് പറയുന്നത്. ഓക്കെ, നമ്മളാണോ പറയുന്നത് അവൾ പോകാമെന്ന്? അവളല്ലേ പറയുന്നത്. അവൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഐ ഷാൽ ഗോ. അപ്പോൾ ഈ ഷാലിന് പല അർത്ഥമുണ്ട്. പക്ഷേ ഈ ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഐക്കും വിക്കും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ പോകാം, ഞങ്ങൾ പോകാം. മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾ പോകാമെന്ന് ഞാനല്ല പറയുന്നത്, നിങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഞങ്ങൾ പോകാം. അവൾ പോകാമെന്ന് അവളാണ് പറയുന്നത്. അവൾ പറയുമ്പോൾ ഞാൻ പോകാം. ഓക്കെ, അപ്പോൾ ഷാലിന് പല അർത്ഥമുണ്ട്. പക്ഷേ ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഐക്കും വിക്കും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പോകാം, ഐ ഷാൽ ഗോ. ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ. ഞാൻ പഠിക്കാം, ഐ ഷാൽ സ്റ്റഡി. ഞാൻ തുടങ്ങാം, ഐ ഷാൽ സ്റ്റാർട്ട്. ഞാൻ നിർത്താം, ഐ ഷാൽ സ്റ്റോപ്പ്. ഞാൻ ഇവിടെ ഇരിക്കാം, ഐ ഷാൽ സിറ്റ് ഹിയർ. ഞാൻ നിങ്ങളെ സഹായിക്കാം, ഐ ഷാൽ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കാം, ഐ ഷാൽ വെയിറ്റ് ഫോർ അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഞാനിവിടെ കൃത്യസമയത്ത് വരാം, ഐ ഷാൽ കം ഹിയർ ഇൻ ടൈം അല്ലെങ്കിൽ ഓൺ ടൈം. കൃത്യസമയം എന്നുള്ള ഇൻ ടൈം അല്ലെങ്കിൽ ഓൺ ടൈം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരാം, ഐ ഷാൽ കം ഹിയർ. ഇപ്പോൾ നമ്മൾ എത്ര ബേസിൽ നമ്മൾ നോക്കി?
രണ്ടോളം ബേസിൽ രണ്ട് ബേസിൽ നമ്മൾ നോക്കി. ഈ രണ്ട് ബേസിനും ഏതെങ്കിലും ഒരു ക്രിയ ഉപയോഗിച്ച് നോക്കി. ഉദാഹരണമായിട്ട് നമുക്ക് സ്റ്റഡി എന്നുള്ള വേർഡ് എടുക്കാം. ഓക്കെ, എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാം, ഐ ഷാൽ സ്റ്റഡി. ഉണ്ടോ? ആ സ്റ്റഡി എന്നുള്ള വേർഡിന് അർത്ഥവ്യത്യാസം വന്നു. ഇനി ആ സ്റ്റഡി തന്നെ നമ്മൾ വേറൊരു ബേസിന് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ എനിക്ക് ധാരാളം പഠിക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എനിക്കിവിടെ നേരത്തെ വരാൻ കഴിഞ്ഞില്ല. നമ്മൾ സാധാരണ പറയാനുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അതുപോലെ കൊതുകിൻ്റെ ശല്യമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഉണ്ട്, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല, എനിക്കിവിടെ കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വന്നിരിക്കുന്ന ആശയമാണ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്താണ് ചെയ്യുവാൻ കഴിഞ്ഞില്ല? ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് കുഡ് നോട്ട്. ഓക്കെ, അപ്പോൾ ഇനി വളരെ എളുപ്പമായി. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് ഗോ. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് സ്റ്റഡി. എനിക്ക് അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഹിം. എനിക്കിവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് സിറ്റ് ഹിയർ. എനിക്ക് കുറച്ച് വെജിറ്റബിൾ വാങ്ങാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് ബൈ സം. എനിക്ക് പേന വാങ്ങാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് ബൈ എ പെൻ. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ. എനിക്കിവിടെ കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് കം ഹിയർ ഇൻ ടൈം. ഓക്കെ, ഇപ്പം നമ്മൾ 3ഓളം പ്രയോഗങ്ങൾ അവിടെ നോക്കി കഴിഞ്ഞു. ഈ 3 പ്രയോഗങ്ങൾക്കും നമുക്ക് മറ്റൊരു ക്രിയ ഉപയോഗിച്ച് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് റൈറ്റ് എന്നുള്ള വേർഡ് എടുക്കാം. എനിക്ക് എഴുതേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു റൈറ്റ്. ഞാൻ എഴുതാം, ഐ ഷാൾ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻ റൈറ്റ്. ഉണ്ടോ? അപ്പോൾ ആ റൈറ്റ് എന്നുള്ള വേർഡിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വന്നു. ഇതുപോലെ 2-3 രീതിയിലല്ല 100 രീതിയിൽ കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതായത് എഴുതാന്നുള്ള വേർഡ് കൊണ്ട് തന്നെ എഴുതണം, എഴുതേണ്ടി വരും, എഴുതേണ്ടതുണ്ട്, എഴുതാൻ കഴിഞ്ഞു, എഴുതാൻ കഴിഞ്ഞില്ല, എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റത്തില്ല, എഴുതുകയായിരുന്നു, എഴുതുകയല്ലായിരുന്നു, എഴുതാതിരിക്കാൻ പറ്റത്തില്ല, എഴുതാൻ എഴുതുന്നുണ്ട്, എഴുതണം. ഇങ്ങനെ 8-10 രീതിയിലല്ല 100 രീതിയിൽ കൂടുതൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പറയണമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതുപോലുള്ള 100ഓളം പ്രയോഗങ്ങളുണ്ട്. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ 100ഓളം പ്രയോഗങ്ങൾ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ച്, ഈ 2-3 പ്രയോഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് സന്ദർഭം അനുസരിച്ച് ഇത് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത് നോക്കി അടുത്ത പോയിന്റിലേക്ക് പോയി നമുക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ സാധാരണ അവിടെ എത്തിച്ചേരേണ്ടത് 9:30-ക്കാണ്, അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ താമസിച്ചാണ് ചെല്ലുന്നത്. അപ്പോൾ ആ താമസിച്ച് ചെല്ലുമ്പോഴത്തേക്കും ആ സ്ഥാപനത്തിലെ അധികാരി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഇത്ര വൈകിയത്? എങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു സോ ലേറ്റ്. അപ്പോൾ നിങ്ങൾ ആ വൈകി വന്നതിന് കാരണം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഓഫീസിലേക്ക് വരുന്ന വഴി എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞില്ല, നാളെ മുതൽ ഞാൻ കൃത്യസമയത്ത് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അങ്ങനെയല്ലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഓഫീസിലേക്ക് വരുന്ന വഴി, ഓൺ ദ വേ ടു ഓഫീസ്, എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു മീറ്റ് എ പേഴ്സൺ, അതുകൊണ്ട് എനിക്കിവിടെ കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞില്ല, സോ ഐ കുഡിൻറ്റ് കം ഹിയർ ഇൻ ടൈം. നാളെ മുതൽ ഞാൻ കൃത്യസമയത്ത് വരാം. ഫ്രം ടുമാറോ ഓൺ ഐ ഷാൽ കം ഹിയർ ഇൻ ടൈം. കണ്ട വളരെ എളുപ്പമായില്ലേ? ഇതാണ് ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര പദസമ്പത്തുണ്ടെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയില്ല. ഇതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് അവഗാഹമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യാത്തത്. മറിച്ച് അവർക്ക് ഗ്രാമർ പോയിൻറ്റ്സോ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, പദസമ്പത്തില്ലാത്തതുകൊണ്ടല്ല, ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതിലുള്ള ബേസുകളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 100ഓളം പ്രയോഗങ്ങളാണ് ഞങ്ങൾ ആദ്യത്തെ 1.5 മാസങ്ങൾ പഠിപ്പിക്കുന്നത്. തുടർന്ന് നമുക്ക് ചില ബേസിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? അവർ മാർക്കറ്റിൽ പോകാറുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? ഞാൻ പഠിക്കാറുണ്ട്, നിങ്ങൾ പഠിക്കാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല, ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഞാൻ അയാളെ സഹായിക്കാറുണ്ട്, നിങ്ങൾ അയാളെ സഹായിക്കാറുണ്ടോ? ഞാൻ അയാളെ സഹായിക്കാറില്ല, എൻ്റെ സഹോദരങ്ങൾ അയാളെ സഹായിക്കാറുണ്ട്. നമ്മൾ സാധാരണ പറയാനുള്ള കാര്യങ്ങളല്ലേ? ഓക്കെ, ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ബുക്കിനകത്ത് നിന്ന് പേജ് നമ്പർ 24, ഇപ്പോൾ നിങ്ങൾ ആ പറയുന്ന ഭാഗം മാത്രം എടുക്കുക. പേജ് നമ്പർ 24. ആ 24ാമത്തെ പേജിനകത്ത് 2 ബോക്സ് ഉണ്ട്. ആ 2 ബോക്സിനകത്തും 4 സെൻറ്റൻസ് ഇതാണുള്ളത്. അതിനകത്ത് ഏറ്റവും മുകളിലത്തെ ബോക്സിനകത്ത് മലയാള വാക്യം ഞാൻ പറയും, നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇംഗ്ലീഷ് വാക്യം വായിക്കണം. ഓക്കെ, അവർ പോകാറുണ്ട്, ദേ ഗോ. അവർ പോകാറുണ്ടോ? ഡു ദേ ഗോ. അവർ പോകാറില്ല, ദേ ഡോണ്ട് ഗോ. അവർ പോകാറില്ലേ? ഡോണ്ട് ദേ ഗോ. ഈ 4 സെൻറ്റൻസിനും അവസാനം വന്നിരിക്കുന്നത് ഗോ എന്നുള്ള വേർഡല്ലേ. ഇനി ആ ഗോ വന്നിരിക്കുന്നിടത്തെല്ലാം നിങ്ങൾ റീഡ് എന്ന വേർഡ് ഉപയോഗിക്കണം. ഗോയുടെ സ്ഥാനത്ത് റീഡ്. അവർ വായിക്കാറുണ്ട്, ദേ റീഡ്. അവർ വായിക്കാറുണ്ടോ? ഡു ദേ റീഡ്. അവർ വായിക്കാറില്ല, ദേ ഡോണ്ട് റീഡ്. അവർ വായിക്കാറില്ലേ? ഡോണ്ട് ദേ റീഡ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ 4 ഫോംസിന് നമ്മൾ മാറ്റം വരുത്തില്ല. നമ്മൾ മാറ്റം വരുത്തിയതിനാണ് വേർബ്സിനാണ്, നമ്മൾ ക്രിയകൾക്കാണ് നമ്മൾ മാറ്റം വരുത്തിയത്. അപ്പോൾ ആ ക്രിയകൾക്ക് വന്നിരിക്കുന്ന അർത്ഥം നോക്കി, ആ പോകുക എന്ന ക്രിയയ്ക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ഗോ എന്ന ആ വേർഡിൻ്റെ മലയാള അർത്ഥം നോക്കി. പോകാറുണ്ട്, പോകാറുണ്ടോ? പോകാറില്ല, പോകാറില്ലേ. അപ്പോൾ പഠിക്കുക എന്നുള്ള വേർഡാണ് അവിടെ വരുന്നതെങ്കിലോ? പഠിക്കാറുണ്ട്,
പഠിക്കാറുണ്ടോ, പഠിക്കാറില്ല, പഠിക്കാറില്ലേ. ഇങ്ങനെ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? പഠിക്കാറുണ്ട്, പഠിക്കാറുണ്ടോ, പഠിക്കാറില്ല, പഠിക്കാറില്ലേ, പോകാറുണ്ട്, പോകാറുണ്ടോ, പോകാറില്ല, പോകാറില്ലേ. ഇങ്ങനെ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരണം ഒന്ന് നോക്കി. നിരന്തരം നടന്നു വരാറുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് മതി. ഇവിടെ നമ്മൾ കണ്ടുന്നത് ഇവിടെ നിരന്തരം നടന്നു വരാറുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ, നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ പറയാറുള്ളത്? ചെയ്യാറുണ്ടെന്നല്ലേ പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട്, ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നതിന് മുൻപ് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? അപ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുകയാണ്, രാവിലെ എഴുന്നേൽക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, TV വാച്ച് ചെയ്യാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ ചെയ്യാറില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യാറില്ലേ? ആ 4 ഫോംസാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ബോക്സിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് അവർ പോകാറുണ്ടെന്നാണ്. അവർ മാത്രമാണോ പോകാറുള്ളത്? ഞാൻ പോകാറുണ്ട്, നിങ്ങൾ പോകാറുണ്ട്, അവൻ പോകാറുണ്ട്, അവൾ പോകാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ആ ദേയുടെ സ്ഥാനത്ത് നമ്മൾ ഐ യു ഉപയോഗിച്ചുകൊണ്ട് ചില എക്സാമ്പിൾസ് നമുക്ക് മാറി നോക്കാം. ഐ യു. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറില്ലേ? ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, ഐ ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാറില്ല, ഐ ഡോണ്ട് ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറില്ലേ? ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ്. ഞാൻ അയാളെ സഹായിക്കാറുണ്ട്, ഐ ഹെൽപ്പ് ഹിം. നിങ്ങൾ അയാളെ സഹായിക്കാറുണ്ടോ? ഡു യു ഹെൽപ്പ് ഹിം. ഞാൻ അയാളെ സഹായിക്കാറില്ല, ഐ ഡോണ്ട് ഹെൽപ്പ് ഹിം. നിങ്ങൾ അയാളെ സഹായിക്കാറില്ലേ? ഡോണ്ട് യു ഹെൽപ്പ് ഹിം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എവരി ഡേ. നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല, ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാറില്ലേ? ഡോണ്ട് യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. കൊണ്ട് വളരെ എളുപ്പമാണല്ലേ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? പെട്ടെന്ന് പറഞ്ഞ്. ഐ ഗോ ടു മാർക്കറ്റ്, ഡു യു ഗോ ടു മാർക്കറ്റ്. വളരെ എളുപ്പമാണല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ആ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ആ ക്രിയ അടങ്ങിയ ഫ്രേസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എല്ലാ ബേസിൽക്കൊന്ന് ഉപയോഗിച്ച് നോക്കി. എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാം, ഐ ഷാൽ ഗോ ടു മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻ ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, ഐ ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാറില്ല, ഐ ഡോണ്ട് ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറില്ലേ? ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടി വരും, പോകേണ്ടി വരുമെങ്കിൽ പോയിക്കോ അല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ സാധിക്കാതെ വന്നതാണ്, അവിടെ വന്നിരിക്കുന്ന ആശയം മാറി. കണ്ടോ? ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടി വരും, അവിടെ ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രയോഗം കിട്ടണം. ആ പ്രയോഗം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എത്ര പദസമ്പത്തുണ്ടെങ്കിലും പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ആ ക്രിയ അടങ്ങിയ ഫ്രേസ് നമുക്കറിയാം, പക്ഷേ അതറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു 100ഓളം പ്രയോഗങ്ങളുണ്ട്. ആ 100ഓളം പ്രയോഗങ്ങൾ പഠിക്കാതെ ഒരു ഡിക്ഷണറിയുള്ള മുഴുവൻ വാക്കുകൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് എഴുതുവാനോ പറയുവാനോ നമുക്ക് സാധ്യമല്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രയോഗങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പഠിക്കാതെ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമായി ഞാൻ വിശ്വസിക്കുകയാണ്. ബോധ്യമായോ? കാരണം ഇതുകൊണ്ടാണ് നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയാത്തത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇത് ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് അല്ല, എന്നാൽ എല്ലാം അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല. ഓക്കെ, എന്നാൽ സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മുതൽ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർക്കുള്ള ക്ലാസ്സാണ് ഇത്. നിങ്ങൾ വിലയിരുത്തേണ്ടത് ഇത് ഫൗണ്ടേഷനാണ്. ഈ 100ഓളം പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ ഇപ്പം ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എവിടെയാണ് കിടക്കുന്നത്? താഴെയാണ്, എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലാണ്. അപ്പോൾ അതിന് വലിയ ഭംഗി വല്ലതും ഉണ്ടോ? ഭംഗിയൊന്നുമില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ ലാംഗ്വേജിൻ്റെ ഭംഗി ഇപ്പോൾ നോക്കണ്ട, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബേസാണ്. അതാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിപ്പോസിഷൻസ് അറിയാം, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ നമുക്കുണ്ട്, ചില സെൻറ്റൻസുകൾ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് സന്ദർഭം അനുസരിച്ച് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി നോക്കാതെ കൊണ്ട് ഈ ബേസുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? ഉറപ്പായി. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഉറപ്പല്ലെങ്കിൽ മുകളിലേക്ക് പണിയുന്ന കാര്യങ്ങളെല്ലാം ഇടിഞ്ഞു പോകും. ഇതുപോലെ തന്നെ ഈ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. മറിച്ച് ബേസുകളില്ലാതെ എത്ര പദസമ്പത്തുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാം അറിയാമെങ്കിൽ പോലും നമുക്ക് ആശയവിനിമയം നമുക്ക് സുഗമമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കത്തില്ല. ഇടയ്ക്ക് വെച്ച് നമ്മുടെ സംഭാഷണം നിന്നു പോകും. അല്ലെങ്കിൽ മറ്റാൾ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ട് നമ്മൾ തെറ്റായി
തെറ്റായ രീതിയിലായിരിക്കും നമ്മൾ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കാനുള്ള ഓരോ പ്രയോഗങ്ങൾ മലയാളത്തിൽ എന്നപോലെ എല്ലാ ഭാഷകളിലും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ നമുക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ കുട്ടികൾക്കോ നമ്മുടെ സഹോദരങ്ങളുടെ കുട്ടികൾക്കോ ആശയവിനിമയം നടത്താൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ ബേസുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആശയവിനിമയം നമുക്ക് നടത്താമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചില ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും. ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്. ഐ ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു മാർക്കറ്റ്? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബേസിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ സന്ദർഭവശാൽ ചില ബേസുകൾ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ചില ബേസുകൾ കടന്നു വന്നാൽ നിങ്ങൾ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അപ്പോൾ തന്നെ മനസ്സിലായെങ്കിൽ നിങ്ങളതിന് ആൻസർ തരണം. ഓക്കെ. ഐ ഗോ ടു മാർക്കറ്റ്. ഡു യു ഗോ ടു മാർക്കറ്റ്? ഐ ഗോ ടു മാർക്കറ്റ്. ഡു യു ഗോ ടു മാർക്കറ്റ്? ഡു യു ഗോ ടു മാർക്കറ്റ്? Yes or no? Yes, you go to market. Sometimes you go to market. I think sometimes your brother goes to market. Am I right? Yes, okay. Then what about you? Do you go to market? Yes or no? Yes, okay. I help my parents. Do you help your parents? Yes, okay. Then what about you? Do you help your parents? Yes or no? Yes, okay. You help your parents. Okay. I read newspaper. Do you read newspaper? Then what about you? Do you read newspaper every day? Yes or no? Yes, okay. After reaching home, I watch TV. Do you watch TV? Then what about you? Do you watch TV? Yes or no? Yes, okay. Then what about you? Do you watch TV? Okay. I pray every day. Do you pray every day? I pray every day. Do you pray every day? Do you pray every day? Okay. Then what about you? Do you pray every day? Yes or no? Yes, okay. Then I ask you, how many times do you pray every day? How many times do you pray every day? Twice. Twice a day. Okay. Then what about you? How many times do you pray every day? Twice a day. Okay. Then I ask you, how long do you pray at a time? How long do you pray at a time? Per day? 20 minutes. Okay. Then what about you? 5 minutes. Okay. Then I ask you, I help my parents. Do you help your parents? Yes or no? Yes, okay. Then what about you? Do you help your parents? Yes or no? Yes, okay. Then what about you? Do you help your parents? Okay. Then I ask you, I read newspaper. Do you read newspaper? Okay. I read newspaper when I travel on the bus. Do you read when you travel on the bus? No. Do you read anything? That means any magazine or newspaper like that, anything. Do you read when you travel on the bus? Do you read when you travel on the bus? No. Why don't you read when you travel on the bus? Why don't you read when you travel on the bus? I think it is very difficult to read when we travel on the bus. Am I right? Moreover, it is not good for our eyes to read when we travel on the bus. Am I right? Yes, okay. That's why we don't read when we travel on the bus. Am I right? Yes, okay. Then I ask you, do you puke when you travel on the bus? Do you puke? P-U-K-E. Do you puke when you travel on the bus? Do you puke when you travel on the bus? What's the idea? No idea. I think sometimes you puke when you travel on the bus. Do you puke when you travel on the bus? What's the idea? No idea. Okay, then what about you? Do you puke when you travel on the bus? I don't puke when I travel on the bus. But my sister pukes when she travels on the bus. What's the idea? No idea. Then what about you? Do you puke when you travel on the bus? No idea. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇട്ടാൽ പോയത്? പ്യൂക്ക് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം മനസ്സിലായില്ല. സപ്പോസ് നിങ്ങൾ എല്ലാ ബേസും പഠിച്ചിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ ഒരു വേർഡിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കും? വാട്ട്സ് ദ മീനിങ് ഓഫ് പ്യൂക്ക്? What's the meaning of puke? Then he says, puke means to vomit. Puke means vomit. Do you puke when you travel on the bus? Sometimes you puke when you travel on the bus. Then what about you? Do you puke when you travel on the bus? Yes or no? No, you don't puke when you travel on the bus. Then what about you? No, you don't puke when you travel on the bus. I don't puke when I travel on the bus, but my sister pukes when she travels on the bus. Got the idea? Okay, in the same way, I am going to ask you some more questions. If you don't get the proper meaning of any word or any sentence, you should ask me. Will you ask me? Are you ready? No Malayalam, only English. Okay? I have a pen. Do you have a pen? Yes or no? Yes, you have a pen. Okay, then what about you? Do you have a pen? Okay, then what about you? Do you have a pen? Yes or no? Yes, okay. I have brothers. Do you have brothers? Yes or no? Do you have brothers? Okay, how many brothers do you have? You have 3 brothers. Okay, then what about you? Do you have brothers? Yes or no? Yes, okay. How many brothers do you have? You have a brother. Okay, then what about you? Do you have brothers? Yes or no? No, you don't have brothers. No, you don't have brothers or sisters. No, you don't have brothers and sisters. That means you are the one and only. And പെണ്ണുമായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? Okay. Then what about you? Do you have brothers and sisters? Yes or no? Yes, okay. How many brothers and sisters do you have? You have a brother and a sister. Okay. Then I ask you, do you have any vehicle and all that, car or scooter, bike, like that everything? Do you have any vehicle? Yes or no? Do you have any vehicle? Do you have any vehicle? Yes, okay, you have. Okay, then what about you? Do you have what are others? Do you have a vehicle? Yes, okay. Then I ask you, do you have mobile phone? Yes or no? Do you have mobile phone? Yes, okay, then what about you? Do you have mobile phone? Okay, then what about you? Do you have mobile phone? Do you have mobile phone? Yes or no? Yes, okay. Okay, then don't forget to call your husband after this class with your mobile phone. Will you call him? Are you close with him? Adayittu panakkam vallano?
ക്രോസ് വിത്ത്, പിണക്കമാണ്, ക്രോസ് വിത്ത്. ആർ യു ക്രോസ് വിത്ത് ഹിം? I think you are close with him. If you are close with him, you need to worry, please call me. Okay? Will you call me? Will you call me? No? Okay. Don't think otherwise. Okay? I have said it only for a joke. Okay? Do you mind? No. Okay. Then what about you? Do you have a mobile phone? Yes or no? No, you don't have a mobile phone. Okay, then I ask you, I have children. Do you have children? Yes or no? Do you have children? No, you don't have children. Okay, I think you are a spinster. Am I right? Are you a spinster? Got the idea? Are you a spinster? Okay, are you a spinster? No idea. Okay, then if you don't know, then how will you ask? What's the meaning of spinster? Spinster means unmarried woman. Unmarried woman. Are you a spinster? Yes or no? Yes, you are a spinster. Okay, okay. Spinster means unmarried woman. Okay. Then what about you? Are you a spinster? Yes or no? Yes, okay. I have children. Do you have children? Yes or no? No, I think you have children. Am I right? How many children do you have? You have 2 children. Okay, what about you? Do you have children? Yes or no? Yes, okay, you have 2 children. Okay. Then what about you? Do you have children? Yes or no? Okay, how many children do you have? You have 4 children, I have 4 children, so we have 8 children. Okay, then what about you? Do you have children? No, okay. Then I ask you, do you have bucks with you? Do you have bucks with you? B-U-C-K-S. Do you have bucks with you? I don't have. I think you have enough bucks with you. Do you have bucks with you? What's the idea? No idea. Okay, then what about you? Do you have bucks with you? No idea. Okay, then if you don't know, then how will you ask? If you don't know, then how will you ask? What's the meaning of bucks? Bucks means money. Bucks means money. M-O-N-E, money. Do you have bucks with you? Yes or no? No, you don't have bucks with you. Okay, then what about you? Do you have bucks with you? No. Okay, then what about you? Do you have bucks with you? No. Okay. Then I ask you, do you have broly with you? Do you have a broly? B-R-O-L-L-Y. Do you have broly with you? I don't have. I forgot to bring broly. Okay, I think you have broly with you. Do you have broly with you? No idea. Okay, then if you don't know, then how will you ask? What's the meaning of broly? Broly means umbrella. Broly means umbrella. Do you have broly with you? Have you brought the broly today? Yes or no? Yes, okay, you have brought the broly. Okay. Then I ask you, I don't fall out with anyone. Do you fall out with your brother or parents? Do you fall out with your brother? Do you fall out with your brothers? Got the idea? Do you fall out? Fall out. Do you fall out with your brothers? Got the idea? No idea. Okay, then if you don't know, then how will you ask? What's the meaning of fall out? Fall out means to quarrel with. Do you fall out with your wife? Yes or no? Sometimes you fall out with your wife. Okay. Then what about you, madam? Do you fall out with your husband? Yes or no? Yes, okay. Then what about you? Do you fall out with your mother? Yes, sometimes. Okay. അതായത് ഈ 3 മാസത്തെ കോച്ചിങ് കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു 8-9 വയസ്സുകാർ എങ്ങനെ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നു ആ നിലവാരത്തിലേക്ക് എത്തിക്കാമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ 100ഓളം പ്രയോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ 3 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഞങ്ങൾ വരുന്ന സ്റ്റുഡൻസോട് ഞങ്ങൾ പറയുന്നത് ഒരു PG കഴിഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുമോ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കും എന്നല്ല ഞങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെ നമുക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പോലും ഒരു ലാംഗ്വേജ് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധ്യമല്ല. എന്നാൽ കാരണം നമുക്കറിയാമല്ലോ ഒരു 10 വയസ്സുള്ളൊരു കുട്ടി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ നിലവാരത്തിൽ ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാലയളവ് കൊണ്ടല്ല. എന്നാൽ ഒരു 8 വയസ്സോ 9 വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാമെന്നാണ് ഞങ്ങൾ ഈ 3 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ 1.5 മാസക്കാലം ഈ 100ഓളം ബേസുകൾ ഓടിപ്പിക്കുന്നു. ആ 100ഓളം ബേസ് പഠിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി. പിന്നീട് വായനയിലൂടെയും കേൾവിയിലൂടെയും സംഭാഷണത്തിലൂടെയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളുടെയും ഇംഗ്ലീഷ് പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? അത് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അനായാസേന നമുക്ക് ആശയവിനിമയം നമുക്ക് നടത്താൻ സാധിക്കും. ഓക്കെ, then wish you happy learning and have a nice day. ഓക്കെ. Rainbow English Academy provides
Communicative English, IELTS, Accent and Voice Training, Online Coaching, Sport Training, Self-Learning Support, Books and CDs, Orientation Classes. For more details, contact 098 47 39 1019, 082 81 98 9823, 099 47 16 7080. Our website www.rainbowenglishacademy.com. Email riaforall@gmail.com.